എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കബ്സയാണ്, നമ്മൾ ചിക്കൻ കബ്സ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും തരണം കേട്ടോ, മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോ കാണാം. അതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് കുക്കറിലാണ്. അതനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. പിന്നെ ഒരു കഷ്ണം പട്ട, 3-4 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പും അതേപോലെ ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 2 ചെറിയ ഉള്ളിയാണ്. അതും കഷ്ണങ്ങളായിട്ട് മുറിച്ചതും 1/2 ടീസ്പൂണോളം മുതുമൻ കുരുമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കണം. അധികം നമ്മൾ മൊരിയിച്ചിട്ടൊന്നും എടുക്കണ്ട, നമ്മളൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ നമ്മൾക്ക് ഉള്ളി. അതിന് ശേഷം അത് നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു 3-4 അല്ലി നമ്മൾ വെളുത്തുള്ളിയും അത് നല്ലതുപോലെ ചതച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ എടുത്ത് നല്ലതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി നല്ലതുപോലെ തന്നെ ഇതേപോലെ തന്നെ മിക്സിൻ്റെ ജാറിൽ അരച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് തക്കാളിൻ്റെ ഒരു കുത്തുണ്ടല്ലോ, ആ കുത്തൊക്കെ പോയി എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഇതാക്കിയിട്ട് എടുക്കണം. നല്ലതുപോലെ മിക്സാക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ്റെ ഒരു സ്റ്റോക്കാണ് കേട്ടോ, ഒന്ന് മതി. അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഉണക്ക് നാരങ്ങണ്ടല്ലോ, ലെമൺ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ലതുപോലെ തന്നെ എല്ലാം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിയുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമ്മൾക്ക് ഈ അറബി മസാല ഉണ്ടല്ലോ, അറബിക്ക് മന്തിൻ്റെ ഒക്കെ മസാല, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മളെ ജിഞ്ചർ പൗഡറാണ്, നമ്മൾ ഇഞ്ചിൻ്റെ പൗഡറില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3/4 ടീസ്പൂണോളം ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 4 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കീറിയിട്ടൊന്നുമില്ല, ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതേപോലെ എല്ലാം നല്ല എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിയിട്ട് അതിൽ 1-2 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാനാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു പകുതിയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മളെ ക്യാപ്സിക്കം അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം. നമ്മൾ ആ മസാലയിൽ നമ്മളെ ചിക്കനും ഇതേപോലെ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടെടുക്കണം. ചിക്കൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കറിലേക്കായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇതായിപ്പോവും, അടഞ്ഞു പോവും. അപ്പോൾ നല്ലതുപോലെ ഇത് ഇതാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് മതി കേട്ടോ, 1 ടീസ്പൂണിൽ കൂടുതൽ മതി. നമ്മളെ മല്ലിയില അത് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ് അരിയാണ് ഞാൻ വെക്കുന്നത്. സാധാരണ നമ്മൾക്ക് 1 കപ്പിൽ 1.5 കപ്പ് വെള്ളം വേണം. പക്ഷേ ഇത് കുക്കറാണ്, കുക്കറിലും മാത്രമല്ല നമ്മൾ ചിക്കനും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് വേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 6 കപ്പ് വെള്ളമാണ് വേണ്ടത്, പക്ഷെ ഞാൻ 5 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ബാസ്മതി അരി ഉണ്ടല്ലോ, അത് കഴുകി ഒരു 10-15 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ ചോറിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം നമ്മളെ ടൊമാറ്റോ കച്ചപ്പില്ല സോസ് അത് ചേർക്കുന്നുണ്ട്. അത് എനിക്ക് വിട്ടുപോയത്, അത് നമ്മൾക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടെടുക്കാം. 1 വിസിൽ മതി കേട്ടോ. 2 വിസിലാകുമ്പോൾ നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു പോകും. 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാനത് തുറന്ന് നോക്കുന്നത്. അടിപൊളിയാണ്, എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. നല്ല നല്ല
അടിപൊളി, ഒന്നിനും മുട്ടാതെ വെള്ളമൊക്കെ കണക്കാണ്, അതേപോലെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. ഞാൻ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാനൊരു ഒരു 3-4 ചിക്കൻ ഫ്രൈയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും തരണം, സപ്പോർട്ട് തരണം. അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരോടും താങ്ക് യു. അസ്സലാമു അലൈക്കും.